നമസ്കാരം. വാസ്തുശാസ്ത്രം എപ്പിസോഡിലേക്ക്. ഇന്നത്തെ വാസ്തുശാസ്ത്രം ഈ എപ്പിസോഡ് മുതൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. വാസ്തുശാസ്ത്രം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം ഉണ്ടാകും. മറിച്ച് അത് തുടർ പരമ്പര എന്നുള്ള സംഗതി നിർത്തിവെച്ചിട്ട് ഒരു എപ്പിസോഡിൽ തന്നെ എന്ത് കാര്യം പറയുന്നുവോ അതിൻ്റെ കണ്ടൻറ്റ് അതിൽ തന്നെ അവസാനിപ്പിക്കാനും അടുത്ത് നിങ്ങൾക്ക് പ്രയോജനപ്രദം ആയേക്കാവുന്ന ഏതെങ്കിലും ഓരോ കണ്ടൻറ്റുകളായിരിക്കും ഇടുക. തുടർ പരമ്പര ആയിരിക്കില്ല എന്നർത്ഥം. അപ്പോൾ നമുക്ക് ഇന്ന് വാസ്തുശാസ്ത്രത്തിൽ പരിശോധിക്കപ്പെടുക എല്ലാ വീടും സമചതുരമോ ദീർഘചതുരമോ ആയിരിക്കില്ല. പുരയിടത്തിൻ്റെ കിടപ്പനുസരിച്ച് വീടിന് തള്ളുകൾ വരാം. അപ്പോൾ വീടിന് തള്ളുകൾ വന്നാൽ അത് ഏത് ദിശയിലോട്ടാണ് വീട് തള്ളി നിൽക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുക. ഇത് ഒരു വീട് ആണെന്ന് വിചാരിക്കുക. ഏത് ദർശനം വീടുമായി കൊണ്ട് ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് സൗത്ത്, ഇത് നോർത്ത്, ദിശകൾക്ക് മാറ്റം ഉണ്ടാവില്ലല്ലോ. വീട് ഏത് ദിശകളിലോട്ട് തിരിഞ്ഞിരുന്നാലും ഇത് കിഴക്ക് വടക്ക് മൂല തന്നെയാണ്, ഇത് തെക്ക് മൂല തന്നെയാണ്, ഇത് തെക്ക് പടിഞ്ഞാറ് മൂല തന്നെയാണ്, ഇത് വടക്ക് പടിഞ്ഞാറ് മൂലയും. ഈ മൂലക്ക് വായു കോണെന്നും ഈ മൂലക്ക് അഗ്നി കോണെന്നും ഈ കോണിന് നിര്യാത കോണെന്നും ഈ കോണിന് ഈശാന കോണെന്നും 4 പേരുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീടിന് തള്ളു വരിക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഒരു കെട്ടിടം വച്ചു. പക്ഷെ വച്ച് കഴിഞ്ഞ ശേഷമാണ് അളന്ന് നോക്കിയപ്പോൾ, അതിൻ്റെ ചുറ്റളവ് അളന്ന് നോക്കിയപ്പോൾ മരണച്ചുറ്റിലോ അധമച്ചുറ്റിലോ ശരിയായ രീതിയിലല്ല ഇരിക്കുന്നത് എങ്കിൽ വീടിടിച്ച് പൊളിച്ച് കളയുകയാണോ വേണ്ടത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഏതെങ്കിലും ദിശകളിലേക്ക് ഒരു തള്ളു കൂടെ കൊടുക്കുമ്പോൾ, ഒരു മുറി കൂടെ ഒന്ന് വെക്കുമ്പോൾ, അല്ലെങ്കിൽ മുറിയോ സിറ്റ് ഔട്ടോ എന്തെങ്കിലും ഈ ഇത് കൊടുക്കുമ്പോൾ ആ ചുറ്റളവ് കൃത്യ ചുറ്റളവിലേക്ക് നമുക്ക് കൊണ്ടുവരാനും കഴിയും. അപ്പോൾ വച്ച കെട്ടിടത്തിനും വെക്കാൻ പോകുന്ന കെട്ടിടത്തിനും അത് ഉപകാരപ്രദമായി തീരുകയും ചെയ്യും. അപ്പോൾ തള്ള് ഏത് ഭാഗത്ത് വന്നാൽ നന്നായിരിക്കും എന്ന് നമുക്ക് നോക്കാം. തള്ള് ഏത് ഭാഗത്തേക്ക് വന്നാൽ നന്നായിരിക്കും എന്ന് പരിശോധിക്കപ്പെടുന്നതിന് മുമ്പ് മറ്റൊരു സുപ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങൾ വീട് വെക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര സ്ക്വയർ ഫീറ്റിലാണ് വീട് വേണ്ടതെന്ന് അറിയിക്കുകയും അത് വാസ്തുശാസ്ത്രപരമായ ചുറ്റളവിലേക്ക് അത് ക്രമീകരിച്ച് പ്ലാൻ വരച്ച് തരികയും ചെയ്യുന്ന ഒരു ഏർപ്പാട് ഞാൻ ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വീട് ശരിയായ ചുറ്റളവിലല്ല അളന്ന് നോക്കിയപ്പോൾ. അപ്പോൾ നിങ്ങൾ അളന്ന് നിങ്ങളുടെ വീടിൻ്റെ ചുറ്റളവ് മീറ്റർ സെൻറ്റിമീറ്ററിലാക്കി എനിക്ക് അയച്ചു തന്നാൽ അതിന് ഒരു മുറി കൂടെ എക്സ്റ്റൻഷനായിട്ട് വെക്കണമെങ്കിൽ അതിനനുസരിച്ച ആ ദിശയ്ക്കനുസരിച്ച ഉത്തമമായ ചുറ്റളവിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതറിയിച്ചാൽ അങ്ങനെ ഒരു സംവിധാനം ഞാൻ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യക്കാർ വിളിക്കുക, വാട്സപ്പ് വഴി ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് കിടക്കാം. ഒരു തള്ളാണ് വരുന്നതെങ്കിൽ ഈ ദിശ ഏത് ദിശയിലും തെക്കോ വടക്കോ കിഴക്കോ പടിഞ്ഞാറോ ദർശനമായിരിക്കട്ടെ വീട്, ഏത് ദിശയിലായിരുന്നാലും ഒരു തള്ളാണ് വരുന്നതെങ്കിൽ ഉത്തമമായി 2 സ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ സ്പേസിനിടയിൽ 2 സ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കിഴക്ക് വലത് ഭാഗത്തായിട്ട് വരും. അതായത് ഈ മൂലയിലെ തെക്ക് കിഴക്ക് മൂലയിലെ ഇവിടെ നിന്നും തുടങ്ങി ഇങ്ങോട്ട് നിങ്ങളുടെ അളവിനനുസരിച്ച്
ഒരു മുറി ഇവിടെ, മുറിയോ സിറ്റ് ഔട്ടോ എന്തോ വേണോ, ഒരു തള്ള അവിടെയാകാം. അപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാൽ കിഴക്കിൻ്റെ ഏറ്റവും വലത് ഭാഗം. ഇനി ഒരു തള്ളാണെങ്കിൽ അതൊരു സ്പേസ്. അല്ല എങ്കിൽ അവിടെ നിങ്ങൾക്ക് സ്ഥലമില്ല, കെട്ടിടം തള്ളി നിർത്താൻ സ്ഥലമില്ല എന്ന് വരികിൽ ഈ വടക്കിൻ്റെ ഇടത് ഭാഗത്ത്, വടക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ ഇടത് ഭാഗം ഇവിടമോ മാത്രമേ തള്ളി നിൽക്കാൻ ശാസ്ത്രം വിധിച്ചിട്ടുള്ളൂ. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളും വാസ്തുശാസ്ത്രത്തിലായിരുന്നാലും ജ്യോതിഷത്തിലായിരുന്നാലും വ്യക്തമായ കാര്യം പറയുന്നില്ല, കൽപ്പനകൾ മാത്രമേ ഉള്ളൂ. അത് ചെയ്യുക, ഇത് ചെയ്യുക എന്ന്. ഇത് ശാസ്ത്രത്തിലുള്ളതാണ്. ഈ കാര്യം മനസ്സിലാക്കാൻ നമുക്ക് വലിയ ദുരൂഹതയിലേക്കൊന്നും പോകണ്ട. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി രണ്ടിടത്താണ് തള്ളു വേണ്ടതെങ്കിൽ അതിന് ഉത്തമമായ സ്ഥാനമാണ് കിഴക്ക് വശത്ത്. ഈ ഭാഗത്തും നടുക്ക് ഒഴിഞ്ഞു കിടക്കും. അതുപോലെ തന്നെ വടക്ക് വശം ഈ ഭാഗത്തും നടുക്ക് ഒഴിഞ്ഞു കിടക്കും. ഈ ഭാഗത്തോ മാത്രമേ രണ്ടിടത്ത് മുറി എക്സ്റ്റൻഷൻ ചെയ്യണമെങ്കിൽ സാധ്യമാകൂ. ഇത്രയുമാണ് വീടിൻ്റെ തള്ളിനെ പറ്റി. സമചതുരമോ ദീർഘചതുരമോ അല്ലാത്ത വീടിനെ ഒരു മുറി കൂടെ പണിയണമെങ്കിൽ ഉത്തമമായ സ്ഥാനങ്ങൾ, 2 മുറി പണിയണമെങ്കിലും ഉള്ള ഉത്തമമായ സ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ഭാഗം അനുവദനീയം അല്ല. തെക്കും പടിഞ്ഞാറും അനുവദനീയമല്ല. ഇനി അഥവാ ഇങ്ങനെ തള്ളിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇടിച്ചു പൊളിച്ചൊന്നും കളയണ്ട. പിന്നെ മറ്റൊരു സംഗതി, പല വീടുകളിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു സംവിധാനമാണ് ഇത് അല്ലാതെ നടുക്ക് മാത്രം തള്ളി നിൽക്കുന്ന സംവിധാനം. അങ്ങനെ ചെയ്യരുത്. അത് നമ്മുടെ ഊർജ സംവിധാനം സ്വീകരണത്തിനും ഒക്കെ വിഘാതമായി നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏറെ പ്രയോജനകരമായ വാസ്തുശാസ്ത്രപരമായ അറിവുകളുമായി ഞാൻ എല്ലാ ബുധനാഴ്ചയും നിങ്ങളുടെ മുന്നിലേക്ക് വൈകുന്നേരം 9 മണിക്ക് വരാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പ്ലാനും കാര്യങ്ങളും അയച്ചു തരികയോ അല്ലെങ്കിൽ ചുറ്റളവൊക്കെ അയച്ചു തരികയോ അല്ലെങ്കിൽ പുതുതായിട്ട് വീട് വെക്കുന്നവർക്ക് അതിൻ്റെ വാസ്തുശാസ്ത്രപരമായ ക്രമീകരണങ്ങൾ എന്തൊക്കെയെന്ന് നിർദ്ദേശം നൽകാൻ എന്നെക്കാൾ വിദഗ്ധരായ ആൾക്കാരുടെ ഒരു ടീം ഞാൻ ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ മാത്രമല്ല, വാസ്തുശാസ്ത്രം ഞാൻ ഒറ്റക്കല്ല കൈകാര്യം ചെയ്യുക. അപ്പോൾ അവരുടെ സേവനവും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരളീയ വാസ്തുശാസ്ത്ര ആ സങ്കല്പത്തിനനുസരിച്ച് ഊർജ സംവിധാനം അകത്തേക്ക് വരാനും പുറത്തേക്ക് പോകാനുമുള്ള ആ സംവിധാനത്തോടു കൂടി തന്നെ വീട് ഡിസൈൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നന്ദി.